ഈ സുധീർ പണിക്കർ എവിടെ പോണത്? വേറെ എന്തോ സെറ്റപ്പ് ആണ് കേട്ടോ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താ പെട്ടെന്നെന്തോ കോടീശ്വരാണോ സെറ്റപ്പ്? നീയൊക്കെ ഇപ്പഴും തൊഴിലുറപ്പ് എന്നേടേ? സുധീർ നീ എന്ത് പണിക്കാത്ത ഇപ്പൊ? ഞാൻ ഈ തറ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പൊ ഷിജു കാട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. ഞാൻ എന്റെ സാറിനെ വിളിക്കാം, സാറ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും നമ്മുടെ കമ്പനിയെ കുറിച്ച്. എങ്കിൽ കൊള്ളാമെന്നല്ലേ? വിളിയുടെ എന്റെ സാറിനെ. ഹലോ സാർ. ആ സാർ, ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ആ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി. സാർ ഇവരൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ സാറ് ജോബി മണ്ണൂർ. മുഹമ്മദ് സുധീർ സാർ, ഈ ഒരു സൈറ്റിൽ ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. സാധാരണ ഞാൻ വലിയ വലിയ ഹോട്ടലിലാണ് പ്രോജക്റ്റുകൾ പറയുന്നത്. താങ്കൾ എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സാർ ഇവരൊക്കെ തൊഴിലുറപ്പ് നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഷിജു കാർഡ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റെയും സംസ്ഥാന ഗവൺമെൻറ്റെയും അംഗീകാരത്തോടു കൂടിയുള്ളൊരു പ്രോജക്റ്റാണ്. പക്ഷേ ഇത് സത്യത്തിൽ ഒരു പണിയില്ല. നിങ്ങൾ കൂടെ നിൽക്കുക, വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് പറ്റിയ പണിയാണ്. പൈസ ഉണ്ടാക്കാം. സാറിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, കൽക്കട്ട, ബോംബെ, ദുബായ്. അല്ലാതെ ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. സാറല്ലേ നമ്മളവിടെ റബ്ബർ വെട്ടി ഷീറ്റ് അടിക്കാൻ വന്നത്? അതെ, ഞാൻ മുമ്പ് വെട്ടാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ സെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ബുർജ് ഖലീഫിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. വളരെ പെട്ടെന്ന് സക്സസ് ആയ ഒരു പ്രോജക്റ്റ് ആണ് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കൂട്ടത്തോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓടണ്ട, നടന്നു വരാൻ പറയും. ഇല്ലല്ല, എനിക്ക് ഇതിനേക്കാളും എന്റെ കസ്റ്റമറാണ് പ്രോജക്റ്റ്. വണ്ടിയൊക്കെ വേറെ എടുക്കാം. നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് നിക്കി, സാറ് വരണമെങ്കിൽ ഇപ്പൊ അടിച്ചു തരും. അതൊന്നും സാറിന് ബി അടിക്കാൻ അറിയില്ലേ? നിങ്ങൾക്ക് രക്ഷപ്പെടണം. ഞങ്ങൾ നാളെ പണിക്കൊന്നും പറഞ്ഞില്ല. സാർ വിയർക്കുന്നു. എ സി ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാവരും തയ്യാറല്ലേ? ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ കുറെ നാളുകൊണ്ട് തിരക്കി നടക്കുന്നു. ഇത്ര നാളെന്ന് അറിയണം വണ്ടിയുടെ ഫിനാൻസ് തുടങ്ങിയിട്ട്. എവിടെ വണ്ടി ചാകര? സാർ മാറ്റിക്കല്ലേ സാർ. അല്ലെങ്കിൽ നീ മാറിയേ പറ്റുള്ളൂ. നീ കുറെ ആളായി എന്നെ പറ്റിച്ചോളാം. പണം വേണ്ടേ എനിക്ക്? എന്നും കാണും ഊരടാ ഞാൻ ഇത് പണി തുടങ്ങിയിട്ട് കുറെ ആളായി. ഊരടാ എല്ലാം ഊരടാ. മര്യാദക്ക് പണി ചെയ്തോണ്ടെന്ന് എന്റെ കാറ്, ഫ്ലാറ്റ്, പണം പറഞ്ഞെങ്കിൽ ഓടാ തൊഴിലുറപ്പിന് പോവാം. ആദ്യമേ ഞാൻ പറഞ്ഞു ഇതൊന്നും കേൾക്കല്ലേ എന്ന്. അല്ലോന്റെ തള്ളും കേട്ടോണ്ട് പണി വേണ്ടാന്ന് പറഞ്ഞു. ഇനി അവര് നിർത്തുണ്ടോ തൊഴില്? ഇനിയിപ്പോ കഞ്ഞൂടിയും കൂട്ടും. ഇപ്പൊ തൊഴിലുറപ്പിന് 350, 330 പറയാം.